ഇനിയിപ്പം കുഞ്ഞിന്റെ അമ്മയെ ഞങ്ങൾ വിളിക്കാൻ പോവാ. അപ്പൊ കുഞ്ഞിന്റെ അമ്മയ്ക്ക് കുഞ്ഞ് ഏത് പാട്ട് പാടി കൊടുക്കും? സർപ്രൈസാ. അതെ, വിളിക്കാം, അമ്മയെ വിളിക്കാം അല്ലേ? വിളിക്കാം. അപ്പൊ അമ്മയെ കുഞ്ഞ് തന്നെ വിളിച്ചു വരാൻ പറ. അമ്മേ. വൃന്ദമോളെ, എന്തോ ഇതാരാ? അമ്മയാ. ശരിക്കും എന്തൊക്കെ വിഷമങ്ങൾ നേരിട്ടുണ്ട് അമ്മേ? അമ്മ പറയലുണ്ട് എന്നോട്, ആ പ്രസവിച്ച സമയത്ത് ഞാൻ കണ്ണു തുറക്കാതിരിക്കുമ്പോ ഈ കുഞ്ഞെങ്ങനെ ഉറങ്ങല് എന്നെല്ലാം വിചാരിച്ചു. അമ്മ ഉറങ്ങാതെ കണ്ണില്ലാത്തോണ്ട് അങ്ങനെ ആയിരിക്കും ഉറങ്ങല് എന്നുള്ളൊരു ഇതായിട്ടുണ്ടായി. ഓക്കെ, ഇതെങ്ങനെ തിരിച്ചറിഞ്ഞ എങ്ങനെ അമ്മേ? പ്രസവിച്ചപ്പോ തന്നെ അവര് മോളിങ്ങനെ മരിച്ച പോലെ ഉണ്ടായിന്. ശ്വാസം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവര് വേഗം ഓക്സിജൻ കൊടുത്ത് അതിന് ശേഷമാണ് നമുക്ക് ശ്വാസം കിട്ടിയത്. ഇതുപോലൊരു മാലാക കുഞ്ഞിനെ കിട്ടിയത് സന്തോഷമല്ലേ? ഒരുപാട് സന്തോഷം അല്ലേ? അത് എത്ര നന്ദി ദൈവത്തോട് പറഞ്ഞാലും തീരത്തുമില്ല. എന്നാ പാട്ടാ! അമ്മ പാടുവോ? അമ്മ എനിക്കെല്ലാം പാടിത്തരലുണ്ട് വീട്ടിന്ന്. ഓ, ഞങ്ങൾക്ക് പാടിത്തരത്തില്ല. അപ്പം കുഞ്ഞമ്മയ്ക്ക് വേണ്ടി പാടാൻ പോകുന്ന എന്തുവാ? പാടിക്കേ. മറ്റേ ഡയലോഗ് പറയണം, അത് ഫസ്റ്റാ. റെഡി? അമ്മേ, പിന്നില്ലേ അമ്മേ, അമ്മക്ക് എന്നോട് അത്ര ഇഷ്ടം, ഒരുപാട് ഒരുപാട് ഇഷ്ടം. അമ്മക്ക് ഞാൻ പാട്ട് പാടിത്തരട്ടോ. സിന്ദൂര പൊട്ടു തൊടുമ്പോൾ ഈ നല്ല നെറ്റിയിൽ ഇന്നും സൂര്യൻ ഉദിച്ചിരുന്നു, പണ്ടെന്നും സൂര്യൻ ഉദിച്ചിരുന്നു. വാത്സല്യ തിരയിളകും ഈ സ്നേഹ കടലിൽ നിന്നും ചിപ്പി വിളയുമല്ലോ, കരുണ തൻ മുത്തു പൊഴിയുമല്ലോ. ഓണനിലാവല്ലേ അമ്മ എന്നും നന്മ മലരല്ലേ, ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ. ഞാനും ഈ അമ്മയ്ക്ക് പൊന്നുണ്ണി, ഇന്നും പൊന്നുണ്ണി. തങ്ക മനസ്സ് അമ്മ മനസ്സ്, മുറ്റത്തെ തുളസി പോലെ. സൂപ്പർ, ഒരു ഉമ്മ കൊടുക്ക. അച്ചടാ, എന്നാ വേണം വൃന്ദമോളെ? ഒത്തിരി സന്തോഷം കേട്ടോ. ഇന്ന് വൃന്ദക്കുഞ്ഞിനെ അറിയാത്ത മലയാളികളും ഇല്ല, സിനിമാ നടന്മാരും നടിമാരും ഇല്ല. എത്ര പേരെ കമന്റ് ഇട്ടേക്കുന്നത്. ഈ സ്നേഹിക്കുന്നവരോടൊക്കെ എന്തോ കുഞ്ഞിന് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഇതുപോലെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അതന്നെയാണ് എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷനും. അതന്നെയാണ് ഈ സ്നേഹവും പിന്തുണയും ഒക്കെ തന്നെയാണ്. വൃന്ദമോളെ ആരെങ്കിലും പറഞ്ഞു നേരിട്ട് ഇത് റെക്കോർഡ് ചെയ്തതാണോ, ശരിക്കുമുള്ള വോയിസ് ആണോ എന്നൊക്കെ പറഞ്ഞോ? അത് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ജസ്റ്റിൻ ചേട്ടൻ മെസ്സേജ് അയച്ചപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഒറിജിനൽ ആണെന്നാണ്, ഒറിജിനലിന് ലിപ്പ് സിങ്ക് ചെയ്തതാണ് എന്നാണ് വിചാരിച്ചത്. പിന്നെയും കേട്ടപ്പോഴാണ് ഒറിജിനൽ അല്ലാന്ന് മനസ്സിലായത്. ഇത് വല്ലതും തൊണ്ടയ്ക്ക് വെച്ചേക്കുവാണോ? അല്ല, ഇത് ഒറിജിനൽ തന്നെ അല്ലേ? 100% ഒറിജിനൽ, ഒരു മാറ്റം അതിൻ്റെ അകത്തില്ല. അതെ, ഈ പാട്ട് ഞാനിപ്പോ ഈ ഇന്റർവ്യൂവിൽ ഉണ്ടാവുമായിരുന്നില്ല. എന്താ വെച്ചാൽ ഈ പാട്ട് ഞാൻ പാടാൻ വേണ്ടിട്ട് ഇടയായതെന്ന് വെച്ചാൽ എന്റെ ഞാൻ ബ്ലൈൻഡ് സ്കൂളിലാണ് പഠിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ എനിക്ക് കുറച്ച് ചേട്ടന്മാരും ഏച്ചിമാരെല്ലാം ഉണ്ട്. അപ്പൊ അതിലൊരു ഏട്ടനുണ്ട്, ജീവൻ രാജ് എന്നാണ് പേര്. അപ്പൊ ആ ഏട്ടൻ എന്നോട് പറഞ്ഞു, പൊന്മാൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു പാട്ടുണ്ട്, നീ കേട്ടിട്ടുണ്ടോ അതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഈ പാട്ട് കേട്ടിട്ടേ ഇല്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ചിത്രമ്മ പാടിയതാ, നീ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ ലിങ്ക് അയച്ചു തരാം, നീ ആ പാട്ടൊന്ന് പാടും, നിന്റെ വോയിസിന് നല്ല ചേരും ആ പാട്ട് എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ കേട്ടിട്ടാകുമ്പോ കൊള്ളാലോ, നല്ല പാട്ടാണല്ലോ ഞാനിങ്ങനെ വിചാരിച്ചു. അത് എനിക്ക് സമയം കിട്ടിയില്ല വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. ഞാൻ അല്ലെങ്കിൽ ദിവസം വൈകുന്നേരം റീല് പോസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിട്ട്. അപ്പൊ 2-3 ദിവസം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഒരു പാട്ട് നല്ല പാട്ട് പാടാൻ പറഞ്ഞിട്ട് നീ ഇതുവരെ അത് പാടിയിട്ടില്ല അല്ലേ എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ പാടിയിട്ട് അയച്ചു തരാം. അങ്ങനെ അയച്ചു കൊടുത്തു ഞാൻ പാടിയിട്ട്. ഇത് ശരിയായില്ല, നീ ഒന്നും കൂടെ പാടുന്ന് പറഞ്ഞു എന്നോട്. ഇത് ഒരു ക്ലാരിറ്റി വന്നില്ല, വോയിസ് ക്ലാരിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്നും കൂടി പാടി അയച്ചു കൊടുത്തിട്ടാകുമ്പോ ഇത് പോസ്റ്റ് ചെയ്യാം നമുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് പോസ്റ്റ് ചെയ്തിട്ട് 2 ദിവസം കഴിയുമ്പോ എന്നോട് എല്ലാരും പറഞ്ഞു, പാട്ട് 1 മില്യൺ ആയിടോ, അറിഞ്ഞില്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നോക്കിയത്, അപ്പൊ അപ്പോഴത്തേക്ക് 1 മില്യൺ ആയിട്ടുണ്ടായിരുന്നു പാട്ട്. ഇപ്പൊ അത് 2 മില്യൺ ആവാൻ പോകുന്നു. അതെ, അപ്പൊ ആ ഏട്ടൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ പാട്ട് പാടിയത്. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ആ ഏട്ടനോട് വലിയൊരു താങ്ക്സ് പറയാനുണ്ട്. അപ്പൊ ചേട്ടന് വലിയൊരു താങ്ക് യു ഞങ്ങളുടെ ഭാഗ്യം. അമ്മേ, കുഞ്ഞിനെയും കൊണ്ട് ഒരു കാലഘട്ടത്തിന്റെ പതിറ്റാണ്ട് നോക്കുമ്പോൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. ശരിക്കും ആ ഒരു കണ്ണീരിനൊക്കെ ഇന്നൊരു വില കൊടുക്കുന്നില്ലേ? എന്ത് തോന്നുന്നു?
ഒരുപാട് സന്തോഷമുണ്ട്, മോളിലൂടെ നമ്മളും അറിയപ്പെടുന്നുണ്ട്. വൈറലായതിനു ശേഷം ആൾക്കാരൊക്കെ വിളിച്ചോ? കൊറേ ചാനലിൽ നിന്ന് ചോദിച്ചു ഒരു ഇന്റർവ്യൂ തരുമോ, പിന്നെ ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റുമോ, അങ്ങനൊക്കെ ചോദിച്ചു. പിന്നെ അപ്പൊ ആദ്യം എനിക്ക് ഇന്റർവ്യൂ തന്നതിന് താങ്ക് യു, ഓ വിളിച്ച ഉടനെ വന്നതിന് കേട്ടോ. ഏട്ടാ അമ്മേ അപ്പൊ അനിയൻ പാടുവോ? അനിയൻ പാടൂല, വരക്കും. അച്ഛനും വരക്കും, ആർട്ടിസ്റ്റാണ്. അപ്പൊ കുടുംബം മൊത്തം കലാകാരന്മാരാ. അനിയനാണ് പുതിയ പുതിയ പാട്ട്, ട്രെൻഡിങ്ങിലുള്ള പാട്ടെല്ലാം ആദ്യം അറിഞ്ഞു പോകുന്നതായിരിക്കും. അപ്പൊ അവൻ എന്നോട് പറയും, ചേച്ചി പുതിയ പാട്ടുണ്ട്, നീ പഠിച്ച് പാടിക്കോ, വേഗം പോസ്റ്റ് ചെയ്തോ, ട്രെൻഡ് തീരുന്നതിന് മുമ്പ് എന്ന് പറയും. ഈ കുഞ്ഞാണ് എഡിറ്റ് ചെയ്യുന്നതല്ല? അല്ല, എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. മോള എഡിറ്റിംഗ് അല്ല, ഇതെങ്ങനെ തന്നെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നേ? അത് നമ്മുടെ ഫോണില് ടോക്ക് ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, എല്ലാവരുടെ ഫോണിലും ഉണ്ട്. അപ്പൊ അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഫോൺ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരും, റീഡ് ചെയ്ത് തരും, ഒച്ചത്തിൽ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോ നിങ്ങളൊക്കെ ഇപ്പൊ ഒറ്റ ക്ലിക്കിലല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒറ്റ ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സപ്പ് വരുന്നു, ഫേസ്ബുക്ക് വരുന്നു, ബാക്ക് ആവുന്നു. അപ്പൊ പക്ഷെ ഞങ്ങളെ ടോക്ക് ബാക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഡബിൾ ക്ലിക്ക് ആയി മാറും. അപ്പോ ഒരു ക്ലിക്കിൽ അത് ഏതിലാണ് നമ്മൾ തൊട്ടേക്കുന്നതെന്ന് ഒരു ക്ലിക്കിൽ പറയും. രണ്ടാമത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ആക്ടിവേറ്റ് ആവും. ഇനിയിപ്പോ എനിക്ക് വേണ്ടി കുഞ്ഞ് ഏത് പാട്ടാ പാടിത്തരുന്നേ? വെണ്ണില കൊമ്പിലെ പാടി അത് അതിപ്പോ എന്റെ ഒരു ചേട്ടനെ പോലെ വിചാരിച്ചപ്പോ എനിക്ക് പാടിത്തരണ്ടേ, എന്നാൽ ഞാൻ പാടാം. അയ്യോ, ഞാൻ പാടിയ ഇമാരെല്ലാം എന്നെ തെറി വിളിക്കും. കേക്കല്ലേ? വെണ്ണില കൊമ്പിലേരാ പാടി ഇന്നുമീട്ടന്റെ ചിങ്കാരി, മഞ്ഞു നീർത്തുള്ളി പോൽ നിന്നോവൽ കുഞ്ഞു കൺപീലിൽ കണ്ണീരോ, വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്നുമേട്ടന്റെ ചിങ്കാരി. ഈ ഏട്ടന്റെ സ്വന്തം ചിങ്കാരിയാ കേട്ടോ.